നമസ്കാരം. ഞാൻ ഡോക്ടർ സായിജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. ശരീരത്തിൽ പേശി വലിവ്, വിറയൽ, ഉത്കണ്ഠ, ക്ഷീണം, ശ്രദ്ധക്കുറവ്, വിശപ്പില്ലായ്മ, കേട്ടറിവ് വെച്ചിട്ടോ മറ്റെവിടെ ഒന്നോ മനസ്സിലാക്കിയതോ കൂട്ടുകാരോ പറഞ്ഞതോ മഗ്നീഷ്യത്തിൻ്റെ കുറവാണെന്ന് സ്വയം തീരുമാനിച്ചു. മഗ്നീഷ്യം അടങ്ങിയ ടാബ്ലറ്റ് കഴിക്കുവാൻ തീരുമാനിച്ചു. കുറേ അധികം ദിവസം മഗ്നീഷ്യം അടങ്ങിയ ടാബ്ലറ്റ് കഴിച്ചു. ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. കഴിപ്പിൻ്റെ അളവൊന്ന് കൂട്ടി. അത് അങ്ങനെ തുടർന്നു. കുറച്ച് ദിവസം കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം കുഴഞ്ഞു വീണു. ക്ഷീണവും തളർച്ചയും കൂടി പെട്ടെന്ന് കുഴഞ്ഞു വീണു. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. രക്തപരിശോധനയിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് കണ്ടെത്തി. ഹൈപ്പർ മാഗ്നീഷ്യമia. വളരെ അപകടകരമാകുന്ന ഒരവസ്ഥയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇങ്ങനെ വൈറ്റമിൻ്റെ പിന്നാലെ പോകുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ വൈറ്റമിൻ ടാബ്ലറ്റ് ആണല്ലോ, മറ്റു ഗുളികകൾ പോലെ മറ്റൊരു പ്രശ്നവും ഇല്ലല്ലോ എന്നുള്ള ധാരണയിൽ എന്തിനും ഏതിനും വൈറ്റമിനെ ആശ്രയിക്കുകയും വൈറ്റമിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നു എന്നുള്ളതാണ് സത്യം. വളരെ കൊച്ചു കുട്ടികൾ തൊട്ട് വളരെ വാർദ്ധക്യാവസ്ഥയിലെത്തിയിരിക്കുന്ന ആൾക്കാരിലും ഇത്തരം പല രീതികൾ കണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വൈറ്റമിൻ അമിതമായി കൂടുന്ന ഒരവസ്ഥയാണ് നമ്മൾ സാധാരണ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്നത്. പരിശോധനകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ ഒരു 10 വ്യക്തി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിശോധനയിൽ ഒരു പക്ഷേ പലപ്പോഴും പല ആൾക്കാരിലും നമുക്കറിയാമെന്നുള്ളതാണ് വൈറ്റമിൻ ഡി, കാൽഷ്യം കുറവായിട്ടുള്ളത്. സാധാരണ പ്രകൃതിദത്തമായ മാർഗത്തിലൂടെ വൈറ്റമിൻ ഡി കൂട്ടുവാനുള്ള ശ്രമം പലപ്പോഴും പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് സത്യമാണ്. വൈറ്റമിൻ ഡി കൂട്ടാം എന്നുണ്ട് എങ്കിൽ തീർച്ചയായും സൂര്യതാപമേൽക്കണം. അതിനാരും തയ്യാറല്ല തന്നെയാണ്. കാരണം കറുത്തു പോവും, അല്ലെങ്കിൽ നമ്മളെ നിറം പോവും. സൂര്യതാപം ഒട്ടുമേക്കാത്ത തരത്തിൽ ദേഹമാസകലം മൂടി, അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് ചുറ്റി, ഇനി സൂര്യതാപം കഷ്ടിച്ചേൽക്കാൻ പറ്റുന്ന സ്ഥലമായ മുഖത്തും കഴുത്തിലുമൊക്കെ സൺസ്ക്രീൻ ലോഷൻ അമിതമായി തേച്ച് പിടിപ്പിച്ച് നടന്നു പോകുന്നതും ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത കാലത്ത് മറ്റൊരു സംഭവം, വൈറ്റമിൻ ഡി കുറവാണ്, ഒരു വ്യക്തിക്ക് വൈറ്റമിൻ ഡി കുറവാണെന്ന് കണ്ടെത്തി വൈറ്റമിൻ ഡി 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുവാനായി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു. വൈറ്റമിൻ ഡി അല്ലേ, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമല്ലേ. തൈറോയിഡിൻ്റെ ആണെങ്കിലും എല്ലിൻ്റെ ആണെങ്കിലും ഏത് രോഗത്തിൻ്റെയും പിന്നിൽ മിക്കവാറുമുള്ള പല രോഗങ്ങളുടെയും പിന്നിൽ വൈറ്റമിൻ ഡി കുറവ് ഒരു പ്രധാന കാരണമായി കണ്ടുവരുന്നതല്ലേ. ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുവാൻ പറഞ്ഞിരുന്ന വൈറ്റമിൻ ഡി ദിവസവും കഴിച്ചു. കഴിപ്പങ്ങനെ തുടർന്നു. ഒരു ദിവസം വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തേണ്ടി വന്നു. ഇതുപോലെ കുഴഞ്ഞു വീണു. പരിശോധനയിൽ വൈറ്റമിൻ ഡി കൂടുതലായി കണ്ടു. ഇത്തരം ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈറ്റമിൻ ഡി കൂടുമ്പോൾ തീർച്ചയായും അത് ലിവർ ടോക്സിസിറ്റി ഉണ്ടാക്കുന്നു. ആ ലിവർ ടോക്സിസിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ ലിവർ എൻസൈംസ് കൂടുന്നതായി കാണുന്നു. കരളിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം. എന്തിനേറെ ചില പഠനങ്ങൾ, അല്ലെങ്കിൽ ചില നിരീക്ഷണങ്ങൾ, ചില പ്രചാരണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, പ്രചരിപ്പിക്കുന്നത് നമ്മുടെ ഈ ക്യാൻസർ പോലും വൈറ്റമിൻ്റെ ഒരു കുറവാണ് എന്നുള്ളത് ആണെന്നും, അതുകൊണ്ട് വൈറ്റമിൻ്റെ കുറവ് പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ക്യാൻസർ കുറയുമെന്നുള്ള ഒരു ധാരണയിലോട്ട് പലരും എത്തിയിട്ടുണ്ട്. അത്തരം ചില കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ചില സന്ദേശങ്ങൾ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. തീർച്ചയായും വൈറ്റമിൻ B12, ബി, ഫോളേറ്റ്, ഇത്തരം തുടങ്ങിയ കാര്യങ്ങൾ DNA സിന്തസിസിനൊക്കെ ആവശ്യമാണ്, സെൽസ് റിപ്പയറിനൊക്കെ ആവശ്യമാണ് എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല.
പക്ഷെ അതേസമയം ഈ ഒരു വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ് വളരെ മാരകമായ ക്യാൻസർ പോലും വരുന്നു എന്നുള്ള തെറ്റിദ്ധാരണാജനകമായ ഒരു സ്ഥിതി നമ്മൾ ആൾക്കാരുടെ ഇടയിൽ കണ്ടുവരുന്നു. ഇങ്ങനെ ഈ ഈ ഒരു അവസ്ഥ പിന്നെ തൊലിക്ക് നിറം കൊടുക്കുന്ന തരത്തിലുള്ള വൈറ്റമിൻ എ അമിതമായി കഴിക്കുക, അല്ലെങ്കിൽ അത്തരം അത് കഴിച്ചതിന് ശേഷം അതിൻ്റെ ടോക്സിസിറ്റി ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായും കണ്ടുവരുന്നു. തീർച്ചയായും ഒരുപക്ഷെ മെനോപോസിനോട് അടുപ്പിച്ച്, അതായത് മാസമുറ നിൽക്കാറായ സ്ത്രീകളിൽ, അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ചതുമായ ആരോഗ്യാവസ്ഥ ഉള്ള പല ആൾക്കാരിലും ഒരുപക്ഷെ ചിലപ്പോൾ ഡോക്ടർമാർ ചില വൈറ്റമിൻസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരുപക്ഷെ 1000 തൊട്ട് 1700 വരെ ഗ്രാം കാൽഷ്യമൊക്കെ ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ അമിതമായ വൈറ്റമിൻ കഴിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിന് പലരും ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇതിനും പ്രധാനമായി 2 കാരണമാണ് നമുക്ക് പറയാനുള്ളത്. സാധാരണ ഈ വൈറ്റമിൻ തന്നെ നമുക്കറിയാം, ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ എന്നും വാട്ടർ സോളിബിൾ വൈറ്റമിൻ എന്നും പറയുന്ന ഒരു ഇത് നമുക്കറിയാം. അതായത് ഫാറ്റിൽ അല്ലെങ്കിൽ കൊഴുപ്പിൽ ദഹിക്കുന്ന അല്ലെങ്കിൽ കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിനുകൾ, അല്ല എങ്കിൽ വെള്ളത്തിൽ അലിയുന്ന തരത്തിലുള്ള വൈറ്റമിൻ. ഇങ്ങനെ വൈറ്റമിൻ്റെ തന്നെ 2 തരത്തിൽ നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വൈറ്റമിൻ വാട്ടർ സോളിബിൾ അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിക്കുന്ന തരത്തിലുള്ള വൈറ്റമിൻ ബി കോംപ്ലക്സ് ആയാലും വൈറ്റമിൻ സി ഒക്കെ ആണെങ്കിൽ തീർച്ചയായും നമുക്കത് ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നതിനോടൊപ്പം ഒരു പക്ഷേ കുറച്ച് എക്സസ് ആയിട്ടുള്ള വൈറ്റമിൻ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത്ര ഒരു സ്ഥിതിയാണ് എങ്കിൽ നമുക്കത് കിഡ്നിയും കരളും ഒക്കെ ശരീരത്തിലെ മറ്റു മാലിന്യങ്ങളെ പുറന്തള്ളുന്ന ജോലിയാണല്ലോ കരളിലും കിഡ്നിക്കൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ അത് പുറന്തള്ളുവാനുള്ള ഒരു പ്രവണത കാണിക്കുന്നു. അത് പുറന്തള്ളുവാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. എന്നാൽ വൈറ്റമിൻ എ, ഡി, ഇ, കെ നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയാമെന്നുള്ളതാണ്. ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള പല വൈറ്റമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത്തരം വൈറ്റമിൻ അധികമായാൽ പലപ്പോഴും എന്നല്ല, അത് പുറന്തള്ളുവാൻ കിഡ്നിക്കോ മറ്റോ അവയവങ്ങൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സാധിക്കാതെ വരുമ്പോൾ തീർച്ചയായും അത് ഈ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നുള്ള പ്രശ്നം ഉണ്ടാക്കുകയും ആന്തരികമായ അവയവങ്ങളെ കേടുപാടുകൾ സംഭവിക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. റൈറ്റ് പേഷ്യൻ്റ് റൈറ്റ് ഡോസ് എന്നാണ്. ശരിയായ രോഗിക്ക് വൈറ്റമിൻ ആവശ്യമാണ് എന്ന് തോന്നുന്ന ശരിയായ രോഗി ആരാണെന്ന് ഡോക്ടർ മനസ്സിലാക്കുകയും അതിന് ശരിയായ രീതിക്കുള്ള ഡോസ് തന്നെ കഴിക്കുകയും വേണമെന്നുള്ളതാണ് വൈറ്റമിൻ തെറാപ്പിയുടെ ഏറ്റവും വലിയ പ്രധാനമായ ഒരു സംഭവം. അപ്പോൾ ഇന്ന് പലതരത്തിലും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിന് പകരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നു. അതുകൊണ്ട് വൈറ്റമിനാണ് എങ്കിലും ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷനോ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ എന്തിനും വൈറ്റമിൻ്റെ പിന്നാലെ പോകുന്ന പ്രവണത ഒഴിവാക്കണമെന്ന ഒരു കാര്യം ബോധവും നിങ്ങളെ അറിയിക്കുകയും തീർച്ചയായും അതിൻ്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമാണ് എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്തുവാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക് യു.